ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല അടിപൊളി പഴംപൊരിയാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഏത്തക്കായുടെ ഇതനുസരിച്ച്, ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു അളവിൽ മാറ്റം വരുത്താം. ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. കുറച്ച് അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷനാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് പഴംപൊരി ഉണ്ടാക്കുന്നതെങ്കിൽ ഭയങ്കര നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്കിതിനെ ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ദോശ മാവാണേ. അപ്പോൾ ഒരു തവി ദോശ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട. സാധാരണ നമ്മൾ ഇതുപോലെ മാവൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മണിക്കൂറൊക്കെ വെച്ച് പുളിപ്പിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറു ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാൽ ഒരുപാട് തിളച്ച വെള്ളം ഒഴിക്കരുത്, നമ്മുടെ ഇതിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയെ മാറിപ്പോവും, അതിങ്ങനെ കട്ട പിടിച്ചു പോവും. അപ്പോൾ ഇനി സ്പൂൺ വെച്ച് ഇളക്കണമെന്നില്ല, കൈ കൊണ്ടാണ് ഏറ്റവും നല്ലത് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും കട്ടകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് കൈ വെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ മാവ് ഒരുപാട് ലൂസാകണ്ട, ഒരുപാടെന്നാൽ തിക്കുവാകണ്ട. ഒരുപാട് ലൂസായാൽ നമ്മുടെ ഇത് ഏത്തപ്പഴം ഇടുമ്പോൾ കോട്ടിങ് നന്നായിട്ട് അതിൽ കിട്ടില്ല. ഇനി ഒരുപാട് കോട്ടിങ് ആയാലും നമുക്കത് കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കറുത്ത എള്ളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് 2ഓ 3ഓ ഒക്കെ ആയിട്ട് മുറിച്ചെടുക്കാം. പിന്നെ പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ ഇത് അധികം അത്ര അങ്ങോട്ട് പഴുത്തിട്ടില്ല, നല്ല പഴുത്ത പഴം എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കാൻ പറ്റുന്നത്, ടേസ്റ്റും കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന പഴം ഇതിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തിരിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം, ഈ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് തിരിച്ചിടാനായിട്ട്, അല്ലെങ്കിൽ ഇത് തിരിച്ചിടുന്ന സമയത്ത് എണ്ണയൊക്കെ മേത്തോട്ട് തെറിച്ച് വരും. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് പഴംപൊരി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പോൾ എനിക്കൊന്ന് പഴംപൊരി ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ടാവില്ല, മിക്കവാറും ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി എന്ന് പറയുന്നത്. ചൂട് ചായക്കൊപ്പം പഴംപൊരി, ഇപ്പോൾ പല പല കോമ്പിനേഷനിലാണ് നമ്മൾ ഈ പഴംപൊരി കഴിക്കുന്നത്, അല്ലെ ബീഫും പഴംപൊരിയൊക്കെ ആയിട്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.